ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വസ്ത്രത്തിന് തീപിടിച്ചു. പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമത്തിലെ ചടങ്ങിനിടെ ഗവർണറുടെ ഷാളിന് തീപിടിക്കുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്ന് ഉടൻ തീയണച്ചു. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. സച്ചിൻ, എന്താണ് സംഭവിച്ചത്? ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ടല്ലോ നിലവിൽ. പാലക്കാട് ശബരി ആശ്രമത്തിലെ പരിപാടിക്കിടെ, അതായത് ശബരി ആശ്രമത്തിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത്. ഈ പരിപാടിയിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നതിനിടെയാണ് നിലവിളക്കിൽ നിന്നും തീ ഷാളിലേക്ക് പടർന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സംഘാടകരും ചേർന്ന് പെട്ടെന്ന് തന്നെ തീ പടർന്നത് അണച്ചതിനാൽ ഗവർണർക്ക് യാതൊരു പരിക്കുകളോ അല്ല മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. ഗവർണർ ഇപ്പോൾ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗാന്ധി ചിത്രത്തിൽ അതിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്നതിനിടെയായിരുന്നു ഷാളിൽ തീ പിടിച്ചതല്ലേ? തീർച്ചയായും. കാരണം ഈ ശബരി ആശ്രമത്തിന് അടുത്തുള്ള ഗാന്ധിജിയുടെ ചിത്രം വെച്ചിരുന്ന ആ ചിത്രത്തിൽ പുഷ്പാർച്ചനയും അതുപോലെ തന്നെ നിലവിളക്കും കൊളുത്തിയായിരുന്നു ഗവർണർ ഉദ്ഘാടനം ചെയ്തത്. ഇത് ചടങ്ങിനിടെയാണ് ഷാളിന് തീപിടിച്ചത്. ഗവർണർ തന്നെ ഷാൾ ഊരി മാറ്റുകയും സംഘാടകരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ചേർന്ന് പെട്ടെന്ന് തന്നെ തീ അണക്കുകയും ചെയ്യുകയായിരുന്നു. ശരി, സച്ചിൻ വള്ളിക്കോടാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് ഇടപെട്ടത് കൊണ്ട് വലിയ ഒരു അപകടമുണ്ടായില്ല. പക്ഷേ നമുക്കറിയാം, ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അവിടെ വിളക്ക് കൊളുത്തി വച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഒരു അശ്രദ്ധ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാകുന്നുണ്ട്. ആ ഷോള് ആ വിളക്കിലേക്ക് തന്നെ തട്ടി തീ പടരുകയായിരുന്നു. ഒരുപക്ഷെ ഷാളിൽ നിന്ന് വസ്ത്രത്തിലേക്കൊക്കെ പടരുകയാണ് വലിയ തരത്തിലുള്ള ഒരു അപകടം ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ആ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഉദ്ഘാടന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. തീർച്ചയായും ഉദ്ഘാടന പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവർണർ പ്രസംഗം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങ്, ശബരി ആശ്രമത്തിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനത്തിനായിട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ എത്തിയത്. ഇതിന്റെ ഭാഗമായി ഈ ആശ്രമത്തിലെ തന്നെ മറ്റൊരു മുറിയിൽ ഒരുക്കിയ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിലും അതുപോലെ തന്നെ നിലവിളക്കും അവിടെ ഉണ്ടായിരുന്നു. ആ നിലവിളക്കിൽ നിന്നാണ് ഈ ഷാളിലേക്ക് തീ പടർന്നത്. പെട്ടെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഈ തീ പടർന്നത് ഗവർണറും അറിഞ്ഞിരുന്നില്ല. പക്ഷെ സംഘാടകരും സുരക്ഷാ ഉദ്യോഗസ്ഥരും പെട്ടെന്ന് തന്നെ ഈ തീ ഷാളിൽ നിന്നും വിളക്കിൽ നിന്നും പടർന്ന തീ അടക്കുകയായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സച്ചിൻ പറഞ്ഞതുപോലെ തന്നെ ആ വിളക്ക് കൊളുത്തിയ ശേഷം ഗവർണർ തന്നെ തിരിച്ചറിയുന്നില്ല ഈ തീ പിടിച്ച കാര്യം. അതിനുശേഷം അദ്ദേഹം മുന്നോട്ട് നടക്കുമ്പോഴാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി പെട്ടെന്ന് തന്നെ അദ്ദേഹം തന്നെ പിന്നീട് തിരിച്ചറിയുകയായിരുന്നു തീ പടർന്ന കാര്യമില്ല. ആദ്യം ഈ തീ പിടിക്കുന്ന സമയത്ത് അറിയുന്നതേ ഇല്ല. തീർച്ചയായും പെട്ടെന്ന് തന്നെ അറിഞ്ഞിരുന്നില്ല. ചെറിയൊരു മുറിയായിരുന്നു അത്. ആ മുറിയിൽ വെച്ചായിരുന്നു പെട്ടെന്ന് ഇത്തരത്തിൽ ഗവർണറുടെ ഷാളിൽ തീ പിടിച്ചത്. പക്ഷെ സംഘാടകരും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പെട്ടെന്ന് തന്നെ എത്തി ഷാള് കൈമാറുകയായിരുന്നു. ആ ഷാള് അപ്പോൾ തന്നെ തീ അണക്കുകയും ചെയ്തിരുന്നു. ഗവർണർക്ക് മറ്റ് യാതൊരുവിധ പരിക്കുകളോ അല്ലെ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. ശരി, സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാട്ട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പാലക്കാട്ട് നടന്ന പരിപാടിക്കിടെ അദ്ദേഹത്തിൻ്റെ ഷാളിലേക്ക് തീ പടർന്നു. ഗാന്ധിജിക്ക് മുന്നിൽ കൊളുത്തിയ വിളക്കിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഷാളിലേക്ക് തീ പടരുകയും ചെയ്തത്. സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി തീ അണയ്ക്കുകയും ചെയ്തത്. ആരിഫ് മുഹമ്മദ് ഖാന് പരിക്കില്ല.